ചിക്കൻ വാങ്ങിക്കുന്ന സമയത്തെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഒരു വെറൈറ്റി രീതിയിലാണ് സാധാരണ പഴയ കാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അത് നമ്മുടെ ഈ മൺചട്ടിയിലൊക്കെ ഇട്ടിട്ടാണ് അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ. എന്നാലും ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല. അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി, 3-4 പച്ചമുളക്, ഒരു 2 പീസ് ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അത് ക്രഷ് ചെയ്തിട്ട് ഇവിടെ ക്രഷ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അതിപ്പോൾ സവാള ചിക്കൻ വെക്കുന്ന സമയത്ത് സ്ലൈസായിട്ട് അരിയണമെന്നൊരു നിയമമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് പണി തീരാനായിട്ട് ഇങ്ങനെയൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ചിക്കനിലേക്ക് ഞാനിപ്പം സവാള ഒരു 3 വലുപ്പത്തിലുള്ള സവാളയാണ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1 ടീസ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. സ്പൈസസ് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ച് സ്പൈസി ആയിട്ടുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല നാടൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്, വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കുറച്ച് ടൈം എടുത്തിട്ടാണ് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരും ഇതിൽ നിന്ന്. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞെടുത്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല വലുപ്പത്തിലുള്ള പഴുത്ത തക്കാളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ഒരു ഇച്ചിരി വെള്ളം മാത്രം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഞാനിപ്പം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ പാത്രത്തിലേക്ക് ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചിറ്റിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഈ ഒരു ചിക്കൻ ഒരു വിസിൽ വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ വിസിൽ വരുമ്പോഴത്തേക്കും സിമ്മിലാക്കിയിട്ട് ഇച്ചിരി നേരം ഒന്ന് വേവിച്ചെടുക്കുക. കലങ്ങി ഉടഞ്ഞു പോകരുത് കേട്ടോ. അതവിടെ നിന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തേങ്ങ ചെരുവേതും കറിവേപ്പിലയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വറുത്തെടുക്കൂലേ, അങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. നേരെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. എന്നിട്ട് ലാസ്റ്റായിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ അതും കൂടെ തൂകിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചപ്പാത്തിയുടെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും ലഞ്ചിൻ്റെ കൂടെ ആയാലും ഒക്കെ സൂപ്പർ ടേസ്റ്റാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കട്ടിയുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പം പറയണതൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പം കുറച്ച് കട്ടിയിലുള്ളൊരു കറിയാണ്. അപ്പോൾ പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ച് ലൂസാക്കരുത്, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് ലാസ്റ്റായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിലേക്കൊന്ന് തൂക്കി കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതും കൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. സാധാരണ നമ്മൾ കറിയിൽ താളിച്ചൊഴിക്കത്തില്ല, മീൻ കറിയിലൊക്കെ അല്ലേ താളിച്ചൊഴിക്കും. ഇത് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. അതായത് വെളിച്ചെണ്ണയിൽ തന്നെ ചെറിയ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പം തീർച്ചയായിട്ടും ഈ കറിയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചാനലിന് ഇഷ്ടപ്പെടാനായിട്ട് മറന്നു പോയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.